നമസ്കാരം. അച്ചായൻ കുക്കിംഗ് ചാഷോ എന്ന ബിനുക്കുര്യനാണ്. എല്ലായിടത്തും ഒരു ആഹ്ലാദ തീർപ്പോടെ നമ്മൾ കാത്തിരിക്കുന്ന ഓണം വരവായല്ലേ. പക്ഷേ ഈ പ്രാവശ്യത്തെ ഓണത്തിന് ഒരുപാട് വിഷമങ്ങളുണ്ട്. നമുക്ക് പുറത്തിറങ്ങി മറ്റുള്ളവരുമായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒരുപാട് കോവിഡ് കൊണ്ടുകൊണ്ട് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എന്നിരുന്നാലും വീടുകളിലിരുന്ന് ഓണം നിങ്ങളെല്ലാം ആഘോഷിക്കണം. മാവേലിയെ നമ്മൾ വരവേൽക്കണം. അങ്ങനെ ഇരിക്കുമ്പോൾ ഹോട്ടലുകളൊക്കെ ഒരുപാട് ഓണം ഇതൊക്കെ വന്നു തുടങ്ങിയിരിക്കുന്നു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പായസവും മറ്റ് കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിരിക്കുന്നു. ചിലപ്പോൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ഡിഷ് എന്ന് നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുകയാണ്. നിങ്ങളത് വീട്ടിലുണ്ടാക്കുന്നൊരു ഡിഷാണ്. ഓണത്തിൻ്റെ ഒരു നല്ലൊരു കൂട്ടാൻ. അത് നിങ്ങൾ കുക്ക് ചെയ്ത് നോക്കുക. കുക്ക് ചെയ്തിട്ട് അഭിപ്രായം പറയണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിഷിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. ആദ്യമായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മണിക്കൂർ മുളപ്പിച്ചുള്ള വെള്ളത്തിൽ കുതിർത്ത് വെച്ച വൻപയറാണ്. വൻപയർ അത് കുതിർത്ത് വെച്ചതിന് ശേഷം നമ്മൾ പ്രഷർ കുക്കറിൽ ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ നോക്കുന്നത് തേങ്ങാപ്പീരയാണ്. തേങ്ങാപ്പീര കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്ന തേങ്ങാപ്പീര കഴിഞ്ഞിട്ട് ഇതാണ് അനദർ ഇൻഗ്രീഡിയൻറ്റ്. നമ്മൾ ബ്രിഞ്ചോൾ എന്ന് പറയുന്നത് വഴുതനങ്ങയാണ്. ഇനി അതൊരു 3 വഴുതനങ്ങ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വലിയ 1.5 സവാള, പിന്നെ നമുക്ക് അടുത്തത് മഞ്ഞൾപ്പൊടി, അത് കഴിഞ്ഞ് ചില്ലി പൗഡർ അല്ലെങ്കിൽ മുളക് പൊടി. ഇതാണ് നമ്മുടെ മെയിൻ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. എന്താണെന്നറിയാമോ? വാളപ്പുളി. അത് വെള്ളത്തിൽ വെച്ച് പിഴിഞ്ഞെടുത്ത് ജ്യൂസാക്കി വെച്ചിരിക്കുന്ന വാളപ്പുളിയാണ്. നമുക്ക് എണ്ണ നമുക്ക് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം. ഞങ്ങളിന്ന് യൂസ് ചെയ്തിരിക്കുന്ന കോക്കനട്ട് ഓയിലാണ്. ഇത് കടുക് കഴിഞ്ഞു. ഇനി അടുത്തൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കായപ്പൊടിയാണ്. കായം, അത് കഴിഞ്ഞ് കരിയാപ്പല, അത് കഴിഞ്ഞ് നമ്മുടെ 3 കൊച്ചുള്ളി. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്കിന്ന് ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ട വേണ്ട സാധനങ്ങൾ നമ്മുടെ ഡിഷിന് വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, മഞ്ഞൾപ്പൊടി, ഉപ്പിട്ടു. പിന്നെ വേറെന്താ ഇടാൻ പോകുന്നത്? അതിനകത്ത് ചില്ലി പൗഡേഴ്സ്, മുളക് പൊടിയും കൂടി ഇടും. മഞ്ഞൾപ്പൊടി ഇട്ടതിന് കൂട്ടത്തിന് 1 സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ ടർമറിക് പൗഡർ ഇട്ടു. അതുപോലെ തന്നെ 1.5 സ്പൂൺ ടർമറിക് പൗഡർ, 1/2 സ്പൂൺ മതി എന്ന് പറയാം. 1/2 സ്പൂൺ മതി. ഓക്കെ, 1/2 സ്പൂൺ ചില്ലി പൗഡർ. ഓക്കെ. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നതെന്ന് തേങ്ങാപ്പീര എടുത്ത് നമ്മളൊരു മിക്സിക്കകത്തിട്ട് കഴിഞ്ഞിട്ട് കൊച്ചുള്ളി അതിനകത്തിട്ടു. 3 കൊച്ചുള്ളി ഇട്ടോളൂ. 3 കൊച്ചുള്ളി ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി എടുത്തിടാൻ പോവാണ്. മഞ്ഞൾപ്പൊടി ഇടുന്നു. മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടു. അത് നമ്മൾ മിക്സിയിൽ നിന്ന് നേരത്തെ എടുത്ത എല്ലാ ചേരുവകളും അരിച്ച് വെച്ചേക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മളിപ്പോൾ എണ്ണ ഒഴിക്കുകയാണ്. എണ്ണ ഒഴിച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമുക്ക് എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ കടുക് ഇടണോ? കടുക് പിന്നിടാം. അപ്പം നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളി ഇടാൻ പോവാണ്. വലിയ ഉള്ളി കേട്ടോ. സവാള നമ്മളിട്ടു. അത് സവാള ഇട്ട് കഴിഞ്ഞ് നമ്മൾ ചെറിയ തീയിലാണ് നമ്മളിത് ഇളകട്ടത് ഇന്ന് പൊങ്ങി. അതിൻ്റെ നമ്മൾ ഉള്ളി ഇട്ട് വഴുതിയിട്ട് കൂട്ടത്തിൽ നമ്മൾ ബ്രിഞ്ചോളും ഇട്ടിട്ടുണ്ട്. വഴുതനയും കൂടെ ഇട്ട് നമ്മളത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു. വെള്ളം ഒഴിച്ചു. എന്നിട്ട് ആദ്യം എണ്ണ, ഉള്ളി, വഴുതനങ്ങ നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ചത് കുക്ക് ചെയ്യുകയാണ്. നമ്മൾ എന്താണ് വഴുതനങ്ങ വേവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ നേരത്തെ ഇട്ടതിലൂടെ നമ്മൾ പുളിവെള്ളം അങ്ങോട്ട് ചേർക്കുകയാണ്. പുളിവെള്ളം നമ്മൾ ചേർത്തു. അത് കഴിഞ്ഞ് അതൊന്ന് ഇളക്കുകയാണ്. നമ്മൾ ഇളക്കി വഴുതനങ്ങ ആയി അല്ലേ. വഴുതന ആയ കൂട്ടത്തിൽ നമ്മൾ നേരത്തെ എന്താണ് നമ്മൾ വേവിച്ച് വെച്ച വൻപയർ നമ്മളൊന്ന് ആഡ് ചെയ്യുകയാണ്. അതൊന്ന് ഇളക്കണം നല്ലതായിട്ട്. ഇളക്കി കുറച്ച് നേരം ഇളക്കട്ടെ. നമുക്ക് അടച്ചു വെക്കാമായിരിക്കും അല്ലേ? ഇത് വേണമെങ്കിൽ കുറച്ച് നേരം നമുക്ക് അടച്ചു വെക്കാം. ഇതിൻ്റെ നേരത്തെ ഇതിപ്പം ബ്രിഞ്ചോളുണ്ട്, വൻപയറുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങാപ്പീര ഇവിടെ ഇടുകയാണ് കേട്ടോ. നല്ല മഞ്ഞ കളർ, നല്ല രസമുള്ള വെച്ചിട്ട് നമ്മളതും കൂടെ ഇളക്കാൻ പോവാണ് കേട്ടോ. ഇളക്കി നല്ലതായിട്ട് ഇളക്കി ശരിക്കും ഇളകി വരികയാണ്.
ഓക്കെ, നമ്മൾ ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടെന്നൊക്കെ നോക്കി നമുക്ക് ടേസ്റ്റ് ചെയ്ത് ഉപ്പൊന്നും കുഴപ്പമൊന്നുമില്ല. അത് നമ്മൾ അരപ്പ് നല്ലതായിട്ടൊന്ന് പിടിക്കട്ടെ എല്ലായിടത്തും. അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ ഉള്ള അരച്ച് വെച്ച അതിൽ നിന്ന് തന്നെ ആ മിക്സിക്കകത്ത് വെള്ളവും കൂടെ ഒഴിച്ച് അതിൻ്റെ വെള്ളവും കൂടെ നമ്മളിപ്പോൾ ഒഴിച്ചു. അപ്പം കുറച്ചും കൂടെ ഇത് ശരിക്കും ഉള്ള വെള്ളം എല്ലാം കൂടെ നമ്മൾ ഒഴിക്കുകയാണ്. അതിനകത്ത് അരപ്പ് എല്ലാം കൂടെ കിട്ടാനായിട്ട് മിക്സി വരച്ച് വെച്ച് എല്ലാം കൂടെ ഒന്ന് അരച്ച് കഴിഞ്ഞിട്ട് വരികയാണ്. നമ്മൾ മഞ്ഞ കളർ വന്നു. അപ്പോൾ നമ്മുടെ ഉള്ള മസാലയൊക്കെ വെള്ളം ഒഴിച്ച് ഇതിനകത്തിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ, ഉപ്പ് മസാലയൊക്കെ ഇട്ടു. അത് വെച്ചിട്ട് വെന്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്നറിയോ? കായപ്പൊടി ഇടാൻ പോവാണ്. കായപ്പൊടി അതൊരു കൈവാങ്ങാണ്. ഒരു 1/2 സ്പൂണ് ഇടാം. നമ്മളത് രുചി വെച്ചിട്ട് ഇടാം. എന്നിട്ട് അത് വെച്ചിട്ട് ഇടാം. ഇതിപ്പം ഒരു സ്പ്രിങ്കിൾ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു കൈവാക്കിന് ഇട്ടാലും മതി, അല്ലെങ്കിൽ ഒരു 1/4 സ്പൂൺ മതിയാവും അല്ലേ കായപ്പൊടി അല്ലേ? മതി അത് മതി. അപ്പോൾ ഞങ്ങളൊക്കെ ഒരു പിന്നെ ഒരു കരിയാപ്പിലയും കൂടെ അതിൻ്റെ കൂട്ടത്തിലിട്ടു. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആവട്ടെ. ഇത് കടുക് വറുക്കാൻ പോവാണ് കേട്ടോ. ബാലൻസ് ഉള്ള തേങ്ങ എണ്ണയിൽ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ നമ്മൾ കടുക് ചാളിച്ച് നമ്മൾ ഇടാൻ പോവാണ്. കടുക് വറുക്കാനായിട്ട് കടുക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട്. കടുക് അങ്ങോട്ട് വറുച്ചു. ഇത് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ 2 കരിയാപ്പിലയും കൂടി ഇട്ടാലും കുഴപ്പമില്ല. നേരത്തെ കരിയാപ്പില നമ്മൾ ഇട്ടു. കരിയാപ്പിലയും കൂടി ഇടാം. കരിയാപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞ് പൊട്ടിക്കഴിഞ്ഞ് കരിയാപ്പിലയും കൂടി ഇട്ടു. ഇനി ഇത് കടുക് വരട്ട് നമ്മൾ അപ്പുറത്തെ പാത്രത്തിലോട്ട് നമ്മളൊന്ന് ഇടാൻ പോവാണ്. ഇനിയിപ്പം കടുക് പൊട്ടിക്കഴിഞ്ഞു. കടുക് പൊട്ടിക്കഴിഞ്ഞു. നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഓക്കെ അത്രയേ ഉള്ളൂ നമ്മുടെ ഡിഷ്. ഒന്ന് ഇളക്കുക, നല്ലപോലെ ഒന്ന് ഇളക്കുക. വേവിച്ച് വെച്ചിരിക്കുന്ന മസാല എല്ലാം ആയി. കടുകും കൂടെ ഒഴിച്ച് താളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡിഷ് റെഡിയായി. ഇതൊരു സീക്രട്ട് ഒരു അമ്മച്ചി റെസിപ്പിയാണ്. വഴുതനങ്ങയും വൻപയറും ചേർത്ത് നമുക്ക് ഓണത്തിന് ഉപ്പൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഉപ്പൊക്കെ ഉണ്ടെന്ന് തോന്നി, നല്ല ഉപ്പും എരിവും ഒക്കെ ഉണ്ട്. ഇത് അടച്ചു വെക്കാം. താങ്ക് യു. അപ്പോൾ നിങ്ങളെല്ലാവരും ആ ഡിഷ് കണ്ടു, ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വീടുകളിൽ ട്രൈ ചെയ്തിട്ട് അത് ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു എപ്പിസോഡുമായിട്ട് ചാനൽ വരുന്നതുവരെ എല്ലാവർക്കും ഓണാശംസകൾ. ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.